ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ വാസു ആണെങ്കിൽ മേഘയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയാണ്. അത് കണ്ടിട്ടാണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. എന്നിട്ട് ചന്ദ്രികയോട് വാസു പറയുന്നുണ്ട്, ഞാനിവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പോവാണ്. ആരുടെ വീട്ടിൽ നിന്നിട്ട് ആരെയാ നീ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചന്ദ്രിക, ഈ മേഘയെ വെറുതെ വിടാൻ പാടില്ല. അയ്യോ മാമ, ഈ പ്രശ്നം ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, ദയവ് ചെയ്ത് മാമൻ ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക അയാളുടെ കാല് പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇല്ല മോളെ, ഞാൻ പോവില്ല. എൻ്റെ മകനെക്കുറിച്ച് വളരെ മോശമായിട്ട് ഇവൾ ടി വിയിൽ വന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനെ ഇവൾ അപമാനിച്ചു. മദ്യലഹരിയിലാണെങ്കിലും കരഞ്ഞുകൊണ്ടാണ് വാസു സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഇവളെ ഞാൻ എങ്ങനെ വെറുതെ വിടാനാ? അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ദയവ് ചെയ്ത് മാമനൊന്ന് എൻ്റെ കൂടെ വാ. എന്തിനാ പിന്നെ ഇവളെ ഈ വീട്ടിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് നിർത്തുന്നത്? ആദ്യം ഇവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ നോക്ക്. മേഘ ദേഷ്യത്തോടെ അയാളെ നോക്കി നിന്നപ്പോൾ അയാൾ പറയുന്നുണ്ട്, ആരതിയുടെ ജീവിതം ആദ്യം നശിപ്പിക്കാൻ നോക്കി, ഇപ്പോൾ സിദ്ധുവിൻ്റെ കല്യാണം മുടക്കി അവൻ്റെ ജീവിതവും നശിപ്പിക്കാൻ നോക്കുവാണ്. ഇവളെ ഈ വീട്ടിൽ നിൽക്കാൻ പോലും നിങ്ങൾ അനുവദിക്കരുത് ഡീ എന്നൊക്കെ പറഞ്ഞ് മേഘയെ നോക്കിയപ്പോൾ മേഘ ഇങ്ങനെ വെറുപ്പോടുകൂടി ദേഷ്യത്തോടു കൂടി അയാളെ നോക്കിയാണ് പല്ലിറുമ്മിക്കൊണ്ട്. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ അയാളോട് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ദയവ് ചെയ്ത് വാ, ആരെങ്കിലും നിങ്ങളെ കാണും മുന്നേ ഒന്ന് പോവാൻ നോക്ക് മാമ. അയ്യോ വാ മാമ. ഇല്ല ചന്ദ്രിക, ഇവളെ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. മദ്യപിച്ചത് കൊണ്ട് തന്നെ വാസു പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാമ, അമ്മായി അങ്ങനെ ഇപ്പം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർ വല്ലാതെ വിഷമിക്കും. ദയവ് ചെയ്തൊന്ന് പൊയ്ക്കോ മാമ. സിദ്ധാർത്ഥിനെ ഇവൾ ഇങ്ങനെ അപമാനിച്ചില്ലേ ചന്ദ്രിക? പാവാണ് മോളെ അവൻ. അയ്യോ സിദ്ധു സാറിന് ഞങ്ങൾ നോക്കിക്കോളാം. മാമൻ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോ. ഡീ, നിന്നെ ഞാൻ വെറുതെ വിട്ടു നീ കരുതണ്ട. ചന്ദ്രിക, ഇവളെ ഇവിടെ താമസിക്കാൻ അനുവദിക്കരുത്. ചന്ദ്രിക, ഇവളെ ഇവിടെ താമസിക്കാൻ അനുവദിക്കരുത്. വാസുവിനെ പിടിച്ച് വലിച്ച് ചന്ദ്രിക അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അപ്പോഴൊക്കെ വാസു തിരിഞ്ഞു നിന്ന് മേഘയോട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ആ വീട് വിട്ട് നീ ഇറങ്ങി പോവാൻ നോക്ക്. ഇനിയും നിന്നെ എൻ്റെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാ വെറുതെ വിടില്ല ഞാൻ നിന്നെ എന്ന് പറഞ്ഞിട്ടാണ് വാസു പോകുന്നത്. അയാൾ പോയിട്ടും മേഘയ്ക്ക് ദേഷ്യം മാറുന്നില്ല. മേഘ അവിടെ തന്നെ നിൽക്കുകയാണ്. അതേസമയം മനീഷ ആണെങ്കിൽ ഒരു സമാധാനം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. മേഘ പറഞ്ഞ ആ ഒരു വാക്കുകൾ തന്നെയാണ് മനീഷിൻ്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ ആരും ഇല്ലയെന്ന് മനസ്സിലാക്കിയ ആ ദിവസം സിദ്ധു എൻ്റെ അടുത്ത് മോശമായി പെരുമാറി. എനിക്കും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും നീതി കിട്ടണം. അവനത് ആലോചിക്കും തോറും വല്ലാത്ത ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വീണ്ടും മേഘയെ എടുത്ത് വിളിക്കുന്ന സമയത്ത് മേഘയ്ക്ക് കോള് പോകുന്നില്ല. എൻ്റെ കോളെന്താ മേഘയ്ക്ക് പോവാത്തത്? എങ്ങനെ ഈ കാര്യം മേഘയെ ഒന്ന് അറിയിക്കുക? ഞാൻ ചെയ്ത കാര്യം കൊണ്ട് സിദ്ധു സാറാണ് ഒരു കാര്യമില്ലാതെ അപമാനിതനാവുന്നത്. ഈ കാര്യം മേഘയെ ഫോണിൽ വിളിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് പോയി അവളുടെ ഗർഭത്തിന് ഉത്തരവാദി ഞാനാണെന്ന് അവളെ അറിയിക്കുന്നതായിരിക്കും നല്ലത്. മനീഷ് അപ്പോൾ തന്നെ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേഗം പാക്ക് ചെയ്യാണ്. എന്നിട്ട് ബാഗിൽ ലാപ്ടോപ്പൊക്കെ എടുത്തു വെക്കുന്ന സമയത്ത് അവൻ ചിന്തിക്കുന്നുണ്ട്, സോറി സിദ്ധു സർ, ഞാൻ കാരണം നിങ്ങൾക്ക് അനാവശ്യമായി നിങ്ങൾ പ്രശ്നത്തിലകപ്പെട്ടു. ഞാൻ നേരിട്ട് വന്ന് തന്നെ നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കണം, അതാണ് അതിൻ്റെ ന്യായം എന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് മനീഷ്. സിദ്ധാർത്ഥ് വീടിന് മുകളിലാണ് ഉണ്ടായിരുന്നത്. അവനിങ്ങനെ ഓരോന്നും ചിന്തിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചന്ദ്രിക പിന്നിൽ നിന്ന് വന്ന് വിളിക്കുന്നത്. സർ. അവൻ ഞെട്ടിയിട്ടാണ് തിരിഞ്ഞു നോക്കുന്നത്. സർ, ഇന്ന കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, സർ, ഇന്ന് വൈകുന്നേരം വാസുമാമൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്ത്? അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നെന്നോ? എന്ത് കാര്യത്തിന്? എല്ലാം സാറിൻ്റെ കാര്യത്തിന് തന്നെയാണ് സർ. മേഘ സാറിനെ കുറിച്ച് എല്ലാ ചാനലിലും കയറി മോശമായി സംസാരിച്ചത് കാരണം അവളോടുള്ള ദേഷ്യത്തിന് അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാനും അവളുമായിട്ട് വഴക്കുണ്ടാക്കാനും ആയിരുന്നു വാസുമാമൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി മേലാൽ മേഘ ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ അത്രയും എടുത്ത് വലിച്ചു വാരി എറിഞ്ഞ് അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി വലിയൊരു പ്രശ്നം തന്നെയാണ് സാർ ഉണ്ടാക്കിയത്. എന്താ ചന്ദ്രിക നീ പറയുന്നത്? അതെ സർ, വാസുമാമൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വാസുമാമൻ മേഘയെ തല്ലുമായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടായിരുന്നു എനിക്ക് പോവാൻ സാധിച്ചതും അദ്ദേഹത്തെ അവിടെ നിന്ന് പിടിച്ചു മാറ്റാൻ പറ്റിയതും. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം മേഘയെ തല്ലിയേനെ. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അച്ഛൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. മേഘയോടുള്ള സഹതാപം കാരണമായിരുന്നല്ലോ നമ്മൾ അവളെ ഇവിടെ തന്നെ താമസിക്കാൻ അനുവദിച്ചത്. അതായിരുന്നു നമ്മൾ ആദ്യം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവളോട് നമ്മൾക്ക് തോന്നിയ ആ സഹതാപം കാരണമാണ് ഇപ്പോൾ നമ്മൾ വിഷമിക്കുന്നത്. അന്ന് തന്നെ മഹേന്ദ്രൻ മാവൻ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കിയതാണ്. അന്ന് നമ്മളെല്ലാവരും ചേർന്ന് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ നമ്മൾ അകപ്പെടുമായിരുന്നോ? സിദ്ധാർത്ഥിന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മേഘ തിരുത്തി നന്നാവുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ അവൾ ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല സർ. വിഷമിക്കേണ്ട സർ, ദൈവമുണ്ട്, എല്ലാ കാര്യവും അദ്ദേഹം കാണുന്നുണ്ട്. സാർ വാ, താഴേക്ക് പോവാം എന്ന് പറഞ്ഞ് സിദ്ധുവിനെയും കുട്ടിക്കൊണ്ടാണ് ചന്ദ്രിക പോകുന്നത്. അതേസമയം ജാനകി ക്ഷേത്രത്തിൽ വന്നിരിക്കുകയായിരുന്നു. ആരുടെ പേരിൽ അർച്ചന എന്ന് ചോദിച്ച സമയത്ത് ദൈവത്തിൻ്റെ പേരിൽ തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് പൂവ് കൊടുക്കുന്നത്. പൂജാരി അർച്ചനയ്ക്ക് പോയ സമയത്ത് ജാനകി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മോനെ അപമാനിക്കാൻ വേണ്ടിയാണ് മേഘ മനഃപൂർവ്വം അവനെപ്പറ്റി മീഡിയകളിൽ വളരെ മോശമായി സംസാരിച്ചത്. അവൾ കാരണം എൻ്റെ മകൻ്റെ മനസ്സ് ചത്തുപോയിരിക്കുകയാണ്.
അവനിപ്പോൾ എങ്ങോട്ടും പോവാതെ വീട്ടിനുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. അവന് നീ വേണം ധൈര്യം കൊടുക്കാൻ. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു തടസ്സവും ഇല്ലാതെ ചന്ദ്രികയുടെ സിദ്ധുവിൻ്റെയും വിവാഹം നടക്കണം. ജാനകി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. മേഘയുടെ ഗർഭത്തിന് ആരാണ് ഉത്തരവാദിയെന്ന് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും മുന്നിൽ നീ തെളിയിച്ചു കൊടുക്കണം. അർച്ചന കഴിഞ്ഞ് പ്രസാദം കൊണ്ടു കൊടുക്കുന്ന സമയത്താണ് പൂജാരി ചോദിക്കുന്നത്, ജാനകി അമ്മ, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇല്ല, പറഞ്ഞോളൂ സ്വാമി. സിദ്ധാർത്ഥിനെ പറ്റി മേഘ പ്രസ്സിൽ പറഞ്ഞതൊക്കെ ശരിയായ കാര്യങ്ങളാണോ? ഇല്ല സ്വാമി, ഞങ്ങളുടെ കുടുംബത്തിൽ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മേഘ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു പരത്തുന്നത്. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്, സത്യമല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പെണ്ണ് ഇത്ര ധൈര്യത്തോടെ തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഇന്നയാളാണെന്ന് വിളിച്ചു പറയുക? എല്ലാവരും സിദ്ധാർത്ഥിനെയാണ് സംശയിക്കുന്നതെന്ന് ജാനകിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിലായി. എന്തായാലും നിങ്ങൾ സിദ്ധാർത്ഥിനോടൊന്ന് സംസാരിച്ച് നോക്ക്. ഇനി ഒരു പക്ഷേ അയാളാണ് തെറ്റ് ചെയ്തതെങ്കിൽ എന്തായാലും മേഘയുടെ കൂടെ അയാളുടെ കല്യാണം നടത്തി കൊടുക്കൂ. അപ്പോഴേ ഈ പ്രശ്നം അവസാനിക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ആ പെണ്ണ് നിരന്തരം അപമാനിച്ചു കൊണ്ടേയിരിക്കും. അത് കാരണം നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും പ്രശ്നം സംഭവിക്കുകയാണ് ചെയ്യുക. ഇല്ല സ്വാമി, എൻ്റെ മകൻ മേഘയോട് അങ്ങനെ പെരുമാറില്ല. അവൻ്റെ മനസ്സിൻ്റെ 7 അയലത്ത് പോലും മേഘയില്ല. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മകനെ കൊണ്ട് മേഘയെ വിവാഹം നടത്തിക്കാൻ പറയരുത് എന്ന് പറഞ്ഞ അവർ കരയാണ്. മേഘയും സിദ്ധാർത്ഥും കുട്ടിക്കാലം തൊട്ടേ ഒരു വീട്ടിൽ ഒന്നിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെ ഒരു ചിന്ത സിദ്ധാർത്ഥിനുണ്ടായിരുന്നെങ്കിൽ എന്നോ അവൻ അവളെ കല്യാണം കഴിക്കാമായിരുന്നു. സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ആ മേഘ പറയുന്നത് എല്ലാം കള്ളമാണ്. അത് കേട്ടുകൊണ്ടാണ് മേഘയും മുത്തശ്ശിയും മനോഹരനും അങ്ങോട്ടേക്ക് വരുന്നത്. മേഘ നേരെ വന്ന് ജാനകിയോട് ചോദിക്കുകയാണ്, ഓ, വായ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതൊക്കെ കള്ളമായി മാറുമോ? ഞാൻ പറയുന്നത് കള്ളാണെങ്കിൽ അത് സിദ്ധു അല്ലേ തെളിയിക്കേണ്ടത്? മേഘ പറയുന്നത് കേട്ടപ്പോൾ ജാനകി ദേഷ്യത്തോടെ അവളെ നോക്കി നിൽക്കുകയാണ്. സിദ്ധു അത് തെളിയിക്കുന്നത് വരെ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ സിദ്ധു തന്നെയാണ്. എന്താ സ്വാമി, ഞാൻ പറയുന്നത് ശരിയല്ലേ? എന്നെ ഇവരുടെ മകൻ പറ്റിച്ചിട്ട് വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ശ്രമിക്കുകയാണ്. മര്യാദയ്ക്ക് ഇവരുടെ മകനോട് എന്നെ കല്യാണം കഴിക്കാൻ പറയൂ. ഇല്ല എങ്കിൽ ഇവരുടെ കുടുംബത്തെ നിരന്തരം ഞാൻ അപമാനിച്ചു കൊണ്ടേയിരിക്കും. മേഘ തീർത്തു പറയാണ്. ജാനകിയെ പോലെ തന്നെ മുത്തശ്ശിയും മനോഹരനും അത് കേട്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും പുറത്ത് തല കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ എല്ലാവരെയും നാണം കെടുത്തും. ജാനകിയുടെ വെറുപ്പിനെ മേഘയെ കൊല്ലണമെന്നുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ പറയുന്നുണ്ട്, മേഘ, ഉയരെ ഉയരെ പറക്കുന്നു എന്ന് കരുതി ഒരിക്കലും കുരുവി പരുന്താവില്ല. നീ പ്രസ് മീറ്റിൽ പറഞ്ഞു എന്ന് കരുതി അതൊക്കെ സത്യമായി മാറുമോ? എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എത്രയും പെട്ടെന്ന് ഞങ്ങൾ തെളിയിക്കും. അന്ന് ഇതേ മീഡിയ നിന്റെ മുഖത്ത് കാറി തുപ്പും. അങ്ങനെ സംഭവിക്കില്ല എങ്കിൽ ഞാൻ എൻ്റെ പേര് മാറ്റും. കാണാം ആരുടെ മുഖത്താണ് ഈ നാടും നാട്ടുകാരും മീഡിയയും ചേർന്നിട്ട് കാറി തുപ്പുന്നതെന്ന്. മേഘയും വിട്ടുകൊടുക്കുന്നില്ല. അവസാനമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു അവസരം കൂടി തരാം. അവൻ ചെയ്ത തെറ്റിന് സിദ്ധുവിനോട് വന്നിട്ട് എന്നോട് മാപ്പ് ചോദിക്കാൻ പറ. മേഘ പറഞ്ഞത് കേട്ടപ്പോൾ മുത്തശ്ശിയും ജാനകിയും ആകെ ഞെട്ടി നിൽക്കുകയാണ്. അതിനുശേഷം അവനോട് എന്നെ കല്യാണം കഴിക്കാനും പറ. ജാനകിക്ക് മേഘയെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഞാൻ ഇതിനോടകം തന്നെ വിട്ടോളാം. ഇല്ല എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഞാൻ ഇനിയും നാണം കെടുത്തും. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളെപ്പോലും ഞാൻ സമാധാനത്തോടെ നിൽക്കാൻ അനുവദിക്കില്ല. എന്താടി നീ പറഞ്ഞത്? ജാനകി മേഘയെ കൈകളെ ചേർത്ത് പിടിക്കുകയാണ്. എന്ന് പറഞ്ഞു തീർന്നതും ജാനകി മേഘയുടെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അത്രയും സംസാരിച്ചിട്ടും മേഘ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ അടിയുടെ വേദനയിൽ നിന്നുപോവുകയാണ് മേഘ. അപ്പോൾ മനോഹരന് അയാളുടെ മുഖത്ത് തല്ലുകൊണ്ട പ്രതീതിയായിരുന്നു. അയ്യോ, ശരിക്കുള്ള അടി തന്നെയാണ് കിട്ടിയത്. മേഘ സംസാരിച്ച സംസാരത്തിന് ഇനിയും ഒരു അടി കൂടി കിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ജാനകി മേഘയോട് പറയാണ്, എൻ്റെ മകനോട് ഞാൻ വേണമെങ്കിൽ പോയി ചത്തോന്ന് പറയും. എന്നാൽ പോലും നിൻ്റെ അടുത്ത് വന്നിട്ട് മാപ്പ് ചോദിക്കുമെന്ന് ഞാൻ അവനോട് പറയില്ല. ജാനകി പറഞ്ഞത് കേട്ടപ്പോൾ അത് ശരി തന്നെ ആയിരിക്കുമെന്ന് മുത്തശ്ശിക്കും മനോഹരനും തോന്നുന്നുണ്ട്. അപ്പോൾ മേഘ തിരിച്ചു പറയാണ്, നിങ്ങളെ തിരിച്ചടിക്കാൻ എനിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. വയസ്സിന് മൂത്തയാളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നത്. ഇനി നാളെ സിദ്ധു എന്നെ താലി കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അമ്മായി എന്ന് വിളിക്കേണ്ടതാണല്ലോ. ആ മര്യാദ കൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചു നിങ്ങളെ തല്ലാത്തത്. ഈ ലോകം മുഴുവൻ നശിച്ചാലും നീ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നടക്കുന്നു നീ കരുതണ്ട. ജാനകി പുച്ഛത്തോടെ അവിടെ നിന്നും പോവുകയാണ്. ജാനകി പോയപ്പോഴും മേഘ അവളുടെ കവിളത്ത് കൈവെക്കുന്നുണ്ടായിരുന്നു, ജാനകി തല്ലിയതിൻ്റെ വേദന കൊണ്ട്. അപ്പോൾ മുത്തശ്ശി അടുത്ത് വന്നപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മേഘ, ജാനകി തല്ലിയത് വല്ലാതെ വേദനിക്കുന്നുണ്ടോ? അതെ, ഇപ്പം ചോദിക്ക് വേദനിക്കുന്നുണ്ടോ എന്ന്. അവരെന്നെ തല്ലുമ്പോൾ നോക്കി നിൽക്കുമായിരുന്നില്ലേ രണ്ടുപേരും? അപ്പം തന്നെ തിരിച്ച് അവരെ തല്ലേണ്ടതായിരുന്നില്ലേ? നാളെ നീ സിദ്ധുവിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ജാനകി നിനക്ക് അമ്മായി മാറില്ലേ? അങ്ങനെയുള്ളപ്പോൾ അവളെ ഞാൻ എങ്ങനെയാ മേഘ തല്ലുന്നത്? അങ്ങനെ ഞാനാ മറ്റോ അവളെ തല്ലിക്കഴിഞ്ഞ് നിനക്ക് ദേഷ്യം വന്നിട്ട് നിൻ്റെ അമ്മായിയമ്മയെ തല്ലിയെന്ന് പറഞ്ഞിട്ട് നീ എന്നെ തല്ലിയാലോ? മുത്തശ്ശി വളരെ ഗൗരവത്തോടെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്.
മുത്തശ്ശിയുടെ അഭിനയം കണ്ടപ്പോൾ മനോഹരനാണെങ്കിൽ അതിശയത്തോടെ നിൽക്കുകയാണ്. അമ്പോ ചേച്ചി ആള് കൊള്ളാലോ. മുത്തശ്ശിയാണെങ്കിലോ നല്ല സ്നേഹത്തോടെ മേഘയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞാൻ തലയിടുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാ മേഘ. ആ ചേച്ചി ആള് സൂപ്പറാണ്, മനോഹരൻ മനസ്സിൽ പറയാണ്. പക്ഷെ മേഘയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു മുത്തശ്ശിയുടെ അഭിനയാണെന്ന്. അതുകൊണ്ട് അവൾ തിരിച്ചു പറയുന്നുണ്ട്, ഓ നല്ല ബുദ്ധിശാലിയായിട്ടാണല്ലോ സംസാരിക്കുന്നത്. മേഘയ്ക്ക് മനസ്സിലായെന്ന് പറഞ്ഞപ്പോൾ മനോഹരന് ചിരി വരികയാണ്. മതി, ഇനി കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട, വരാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് മേഘ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ മുത്തശ്ശി മനോഹരനോട് പറയുന്നുണ്ട്, ചേച്ചി മേഘയെ തല്ലിയതുപോലെ ജാനകി നമ്മളെയും തല്ലുമോ എന്ന് എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു. മതി മതി, ഇനി ഇവിടെ നിന്ന് കൂടുതൽ സംസാരിക്കേണ്ട, നമ്മളിവിടെ നിന്നാ അതിനും മേഘയുടെ വായി കിടക്കുന്ന കേൾക്കേണ്ടി വരും. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ മനീഷ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ പുറത്തിറങ്ങിയിട്ട് ഒരുപാട് വണ്ടിക്കാരോട് ടാക്സിക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അവന് പോവേണ്ട സ്ഥലത്ത് പോകാൻ പറ്റുമോന്ന്. പക്ഷേ എല്ലാവരും അവനെ കൈയൊഴിയാണ്. ഓരോരുത്തരും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി ബുക്ക് ചെയ്ത വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞ് മടക്കി അയക്കുവാണ്. മനീഷ് എത്ര വണ്ടിക്കാരോട് ചോദിച്ചിട്ടും ഓരോരുത്തരും അവനെ കൈയൊഴിയാണ്. ആ സമയത്താണ് മഹേഷ് മനീഷിനെ കാണുന്നത്. അപ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ട്, മനീഷിനെ പോലെ ഉണ്ടല്ലോ, ഇതെന്താ ഇത്ര പെട്ടെന്ന് ഇവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. മനീഷ് ആ വണ്ടിക്കാരനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, കുറച്ച് അർജൻറ്റാണ് സർ, ദയവ് ചെയ്തൊന്ന് വരാൻ പറ്റുമോ. ഇല്ല സർ, ഓട്ടോ ഉള്ളതാണ്. അയാൾ മനീഷിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോഴാണ് ദൂരത്ത് നിന്ന് മനീഷിനെ വിളിക്കുന്നത് മഹേഷ്. ഏയ് മനീഷ് സർ. മനീഷ് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവനെ കാണുന്നത്. ആ മഹേഷ്, എന്താ സർ വണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കാണോ. അതെ മഹേഷ്, വണ്ടിയൊന്നും കിട്ടുന്നില്ല. സർ നിങ്ങൾക്ക് വീട്ടിലേക്കാണോ പോകേണ്ടത്. വാ സർ, എൻ്റെ വണ്ടി കയറിക്കോ, ഞാൻ കൊണ്ടാക്കാം. നന്നായി മഹേഷ്, ഞാൻ ഒരുപാട് നേരമായി ഓരോരോ വണ്ടിക്കാരോട് ചോദിക്കുന്നു, പക്ഷേ ആരും തന്നെ എന്നെ കൊണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല. നല്ല സമയമാണ് നീ ഇപ്പോൾ വന്നത്. എന്താ സർ, ഞാനിപ്പോൾ വന്നല്ലോ, വാ എൻ്റെ വണ്ടി കയറിക്കോ എന്ന് പറഞ്ഞിട്ട് മഹേഷ് മനീഷിനെ കൂട്ടുവാണ്. മനീഷ് വണ്ടി കയറിയപ്പോൾ തൊട്ട് മിറർ വെച്ചിട്ട് മഹേഷ് അവനെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ആകെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് അവനെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഹേഷ് ചോദിക്കുകയാണ്, എന്താ സർ, എന്തോ മുഖം കാണുമ്പോൾ എന്തോ പ്രശ്നമുള്ളതുപോലെ. ഏയ് ഒന്നുമില്ല, മേഘ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ. ആ മേഘ വീട്ടിൽ തന്നെ ഉണ്ട്. മനീഷിൻ്റെ ആ ഒരു വരവും അയാളുടെ വെപ്രാളമൊക്കെ കണ്ടപ്പോൾ മഹേഷിന് സംതിങ് റോങ് ആയിട്ട് തോന്നുകയാണ്. അപ്പോൾ അവനെ എറിഞ്ഞിട്ട് നോക്കുന്നുണ്ട്. സർ, സിദ്ധു സാർ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല സർ. എന്നാലും സിദ്ധു സാർ നിങ്ങളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ. മഹേഷ് മനഃപൂർവ്വം എടുത്തെറിയുന്നതാണ്, അവൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, മഹേഷ് നമ്മൾ ഒരാളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാതെ അവരെക്കുറിച്ച് മോശമായി സംസാരിക്കരുത്. എന്താണ് മനീഷ് പറയുന്നത് അറിയാൻ വേണ്ടി മഹേഷ് കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, സിദ്ധു സാറ് നീ പറയുന്നത് പോലെ ഒരാളല്ല, അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടുമില്ല. എന്നിട്ടും മനീഷ് വിട്ടു പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ മഹേഷ് വീണ്ടും പറയാണ്, എന്താ സർ, മേഘയുടെ ഗർഭത്തിന് സിദ്ധു സാറാണ് കാരണമെന്ന് അവൾ പോലീസ് സ്റ്റേഷനിൽ വരെ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞു സർ. എന്നിട്ട് സാറ് വന്നിട്ട് എന്താ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ മനീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മേഘ തിരക്ക് പിടിച്ച് തെറ്റ് ചെയ്തു പോയതാണ്. അവൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു തവണ എന്നോടൊന്ന് ചോദിക്കാമായിരുന്നു. എന്താ സർ സാറ് പറഞ്ഞു വരുന്നത്. മേഘയുടെ ഗർഭത്തിന് സിദ്ധു കാരണമല്ല എന്നാണോ സാറ് പറഞ്ഞു വരുന്നത്. മഹേഷ്, എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നോട് വെട്ടിത്തുറന്ന് സംസാരിക്കാൻ സാധിക്കില്ല. നീ ഒന്ന് പെട്ടെന്ന് തന്നെ മേഘയുടെ വീട്ടിലേക്ക് വണ്ടി എടുക്കാമോ. ആ ശരി സർ, ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കാം. പക്ഷേ മഹേഷിന് നല്ല സംശയം വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ മനസ്സ് നിറയെ ചിന്തിക്കുന്നത് അത് തന്നെയാണ്. എന്താ ഇവൻ മേഘയുടെ ഗർഭത്തിന് സിദ്ധു അല്ല കാരണമെന്ന് പറയുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്നിട്ടും മഹേഷ് മിററിൽ കൂടി മനീഷിനെ തന്നെ വാച്ച് ചെയ്യാണ്. മനീഷാണെങ്കിൽ കൂടെ മേഘയെ വിളിച്ചു നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ മേഘയുടെ ഫോണിലേക്ക് അവൻ്റെ കോൾ പോകുന്നുണ്ടായിരുന്നില്ല. എൻ്റെ നമ്പർ അവൾ ബ്ലോക്ക് ചെയ്തു എന്നാണ് തോന്നുന്നത്. പോകുമ്പോൾ എവിടെ നിന്നെങ്കിലും വേറൊരു സിം കാർഡ് എടുത്തിട്ട് പോകണം. മഹേഷ്, ആ ഷോപ്പിന് മുന്നിൽ ഒന്ന് നിർത്താമോ. ആ ശരി സർ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിർത്തി കൊടുക്കുകയാണ്. മനീഷ് ഒരു സിം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു മൊബൈൽ ഷോപ്പിന് മുന്നിലായിട്ടാണ് വണ്ടി നിർത്താൻ പറഞ്ഞത്. എന്നിട്ട് അവിടെ കയറിപ്പോയിട്ട് സിം എടുക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ അവർ ആധാർ കാർഡിൻ്റെ ഫോട്ടോ കോപ്പിയൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ ചെയ്തിട്ട് മനീഷ് പുതിയതായിട്ടൊരു സിം വാങ്ങിക്കുന്നുണ്ട്. മനീഷ് ഫോണിൻ്റെ സിം മാറ്റിയിട്ട് പുതിയതായിട്ട് വാങ്ങിച്ച സിം അതിനകത്തേക്ക് ഇടുകയാണ്. അതൊക്കെ മഹേഷ് മിററിൽ കൂടി നോക്കി കാണുന്നുണ്ടായിരുന്നു. ചന്ദ്രിക അവരുടെ സ്റ്റിച്ചിങ് യൂണിറ്റിലാണുള്ളത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫ് വന്നിട്ട് ചന്ദ്രികയോട് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. എനിക്ക് നിന്റെ കല്യാണത്തിന് വരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ചന്ദ്രിക. എന്താ സുഗുണ അങ്ങനെ പറഞ്ഞത്. ചന്ദ്രിക ചോദിക്കുകയാണ്. നിന്റെ കല്യാണത്തിന് ഫാമിലി ആയിട്ട് വരണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ ഹസ്ബൻഡും അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ ചോദിക്കുന്നത് സിദ്ധു മേഘയുടെ അടുത്ത് മോശമായി പെരുമാറി അവളെ ഗർഭിണിയാക്കിയിട്ട് അവൻ ചന്ദ്രികയെ കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെ ഒരു വിവാഹത്തിൽ നമ്മൾ എങ്ങനെയാണ് പോകുന്നത് എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. അത് കേട്ടപ്പോൾ ചന്ദ്രികയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുവാണ്. അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളും മേഘ പറഞ്ഞത് വിശ്വസിക്കുകയാണോ. സിദ്ധാർത്ഥ് നല്ല ആൾ തന്നെയാണ്, പക്ഷേ അയാൾ മേഘയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്ന് അയാൾ തെളിയിക്കണമല്ലോ.
ഈ പ്രശ്നത്തിനിടയിൽ നിങ്ങൾ രണ്ടുപേരും വിവാഹം നടത്തുന്നത് ശരിയാണോ? സിദ്ധാർത്ഥിൻ്റെ മേൽ ഒരു തെറ്റുമില്ല എന്ന് തെളിയിച്ചാൽ മാത്രമേ ഈ ഒരു കല്യാണം നടത്തുന്നതിൽ അഭിമാനമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്ത പക്ഷം ഞാൻ മാത്രമല്ല, നിങ്ങളുടെ കല്യാണത്തിന് മറ്റാരും വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾ പറഞ്ഞു കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുവാണ്. കുഴപ്പമില്ല സുഗുണ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചിലർ പറയാതെ പെരുമാറും. നീ വിഷമത്തോടെയാണെങ്കിലും കാര്യം പറഞ്ഞു, അത്രയേ ഉള്ളൂ. എന്നെ തെറ്റിദ്ധരിക്കല്ലേ ചന്ദ്രിക. ഏയ് കുഴപ്പമില്ല. അവരവിടുന്ന് പോയതിനു ശേഷവും ചന്ദ്രികയുടെ മനസ്സിൽ മേഘ ചെയ്ത പ്രവൃത്തികളാണ്. 2 ദിവസം മുന്നേ അവൾക്ക് സിദ്ധു കാപ്പ് കിട്ടുന്ന ആ ഒരു ചടങ്ങിന് വന്നിട്ട് മേഘ അതൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ജാനകി അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മാലയും പുടവയൊക്കെ മേഘ വലിച്ചെറിഞ്ഞിട്ട് ദേഷ്യത്തോട് അവൾ പറഞ്ഞിട്ടുണ്ട്, നീ എങ്ങനെയാണ് എന്നെ ചതിച്ചിട്ട് ചന്ദ്രികയെ വിവാഹം നടത്തുക എന്നൊക്കെ. അപ്പോൾ സിദ്ധാർത്ഥ് അവളെ തല്ലാൻ പോയപ്പോൾ നീ തല്ല്, ഞാൻ ഒന്ന് കാണട്ടെ എന്നൊക്കെ മേഘ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ ഓർക്കും തോറും ചന്ദ്രയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുവാണ്. ആ സമയത്ത് മഹേഷ് മനീഷിനെയും കൊണ്ട് മേഘയുടെ വീട്ടിന് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇറങ്ങിയിട്ട് വാച്ച്മാനോട് മനീഷ് ചോദിക്കുന്നുണ്ട്, മേഘയുണ്ടോ? ഇല്ല, അവർ പുറത്തു പോയിരിക്കുകയാണ്. അവള് എവിടെയാ പോയത് എന്ന് മറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല സർ, എവിടെയാ പോയതെന്ന് അറിയില്ല. ശരി, സിദ്ധു സാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടോ? ഇല്ല, അവിടെയും ആരും ഇല്ല സർ. മനീഷിന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് വാച്ച്മാനോട് പറഞ്ഞിട്ട് മനീഷ് തിരിഞ്ഞു നടക്കുകയാണ്. അപ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ നമ്പർ മേഘ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് തന്നെ മഹേഷ് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പുതിയ നമ്പർ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് പുതിയ നമ്പർ ഒന്ന് വിളിക്കുന്ന സമയത്ത് മേഘ പുതിയ നമ്പറാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ഹലോ, ആരാണ്? ഞാൻ മനീഷാണ്. അത് കേട്ടപ്പോൾ തന്നെ മേഘ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. പക്ഷേ അവൾ വേഗം തന്നെ അവൻ്റെ കോള് കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് കോള് കട്ട് ചെയ്യല്ലേ മേഘ. മനീഷ്, നീ എന്നെ ഈ നമ്പറിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കുള്ളിൽ ഒന്നുമില്ല. നീയും ഞാനും തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. സിദ്ധു എൻ്റെ അടുത്ത് മോശമായി പെരുമാറി. അവൻ്റെ കുഞ്ഞിപ്പോൾ എൻ്റെ വയറ്റിൽ വളരുകയാണ്. ദയവ് ചെയ്ത് നീ എന്നെ മറന്നേക്ക് എന്ന് പറഞ്ഞിട്ട് മേഘ കോള് കട്ട് ചെയ്യാണ്. മേഘ കട്ട് ചെയ്യല്ലേ എന്ന് പറയുമ്പോഴേക്കും അവൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മനീഷ് ദേഷ്യത്തോടെ ഫോൺ വലിച്ചെറിയാൻ നോക്കുവാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.